ഹായ്. ഹായ്. സോ ഒരാഴ്ചയായി സർജറി കഴിഞ്ഞിട്ട് അളകന്ത എനിക്ക് വാങ്ങിച്ചുകൊണ്ടുവന്ന പൂവൊക്കെ ഫുള്ളി വിടർന്ന് ഗോർജസായി. ദാറ്റ് ഫെൽറ്റ് വെരി നൈസ്. എല്ലാ ദിവസവും ഇങ്ങനെ വിടർന്ന് കാണുന്നത്. സോ ഒരാഴ്ച കഴിഞ്ഞിട്ട് ഇന്ന് 1 week പോസ്റ്റ് ഓപ്പ് എന്തോ അല്ല ഡോക്ടറെ കാണാൻ പോവാണ്. പോസ്റ്റ് ഓപ്പ് ഡോക്ടറെ കാണാൻ പോവാണ്. സോ ഇപ്പം തന്നെ കറണ്ട് കണ്ടീഷൻ എന്ന് തന്നെ പറയാം. സോ ഞാനിപ്പോൾ 2 കണ്ണ് വെച്ചാണ് കാണുന്നതെങ്കിൽ ഐ ക്യാൻ ലൈക്ക് സീ ദ ഹോൾ തിങ്. ഇതിൽ ഈ കണ്ണ് മാത്രം വെച്ചിട്ട് കാണാനാണെങ്കിൽ എനിക്ക് ഭയങ്കര ബ്ലറായിട്ട് ഈ ലാസ്റ്റ് ലൈനൊക്കെ കാണാം. അതാണ് എൻ്റെ കറണ്ട് സിറ്റുവേഷൻ. 1 week പോസ്റ്റ് ഓപ്പ് ലാസിക് സർജറി. ഇറ്റ്സ് ലൈക്ക് എ വെരി ഡിഫറെൻറ്റ് ഫീലിംഗ് ബിക്കോസ് എനിക്ക് 4ാം ക്ലാസ് തൊട്ട് കണ്ണടയുണ്ട്. അപ്പോൾ എൻ്റെ ഈ മൂക്കിൻ്റെ പാലവും ഈ ഏരിയ മുഴുവനും ഓൾറെഡി ആ കണ്ണട വെച്ച് കൺസ്ട്രക്റ്റഡ് ഇതുപോലെയാണ് എൻ്റെ ഫേസ് ആയേക്കുന്നത്. ബിക്കോസ് കുഞ്ഞിലോട്ടും അങ്ങനെ വന്നിട്ട് ഐ ഫീൽ ലൈക്ക് ഇവിടെയൊക്കെ ഒരു ഡിഫറൻസ് ഉണ്ടെന്ന്. ലൈക്ക് എൻ്റെ ഈ മൂക്കിൻ്റെ പാലത്തിനൊക്കെ ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ട് വെൻ ദർ ഇസ് നോ കണ്ണട ദർ. സോ ഇറ്റ്സ് കൈൻഡ് ലൈക്ക് എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ഒരു ഇൻറ്റിമേഷൻ കിട്ടുന്ന പോലെയാണ് ഇവിടെ എന്തോ ഇല്ല ഇത് ചെയ്യണം അങ്ങനെയൊക്കെ. സോ ഒരു ഡിഫറെൻറ്റ് ഫീലിംഗ് ആണ്. എൻ്റെ എന്താ ബോഡിയുടെ ഒരു പാർട്ട് തന്നെ ആയിരുന്നല്ലോ, പെട്ടെന്ന് മാറ്റുന്നതിൻ്റെ ഒരു ചെറിയ ഇതുണ്ട്. ഒരു ബുദ്ധിമുട്ടുണ്ട്, നമ്മൾ അറിയാതെ തന്നെ ഉണ്ട് ആ ബുദ്ധിമുട്ട്. ലൈക്ക് ഇടയ്ക്കൊക്കെ TV ആണിരിക്കുന്ന സമയത്ത് ഞാൻ ഇങ്ങനെയൊക്കെ തൊട്ട് വെക്കുക, ലൈക്ക് കണ്ണട കയറ്റി വെക്കാനോ അങ്ങനെയൊക്കെ ആയിട്ട്. ബട്ട് ദെൻ വേറൊരു ടൈപ്പ് ഓഫ് ലിബറേഷൻ ആണ് ഐ ഗെസ് കണ്ണട ഇല്ലാതെ. എനിക്ക് 5 point ആയിരുന്നു പവർ, കുറച്ച് കൂടുതൽ കാണാൻ പറ്റില്ലായിരുന്നു. എൻ്റെ ഒരു 1 മീറ്ററോ 2 മീറ്ററോ അപ്പുറത്തിരിക്കുന്ന ഒരാള് ആരാണെന്ന് എനിക്ക് കാണാൻ പറ്റില്ല. ലൈക്ക് അത്രയ്ക്ക് ഒരു 1/2 മീറ്റർ അടുത്തൊക്കെ വന്നാലാണ് അയാൾ ആരാണെന്ന് കാണാൻ പറ്റില്ല. അത്രയും എനിക്ക് കാണാനില്ലായിരുന്നു. സോ ദിസ് ഡെഫിനറ്റ്ലി ഫീൽസ് നൈസ് ആൻഡ് ഐ ഡോണ്ട് നോ വുഡ് റെക്കമെൻഡ് ആണോന്ന്, പക്ഷെ ദെൻ ഡെഫിനറ്റ്ലി ഫീൽസ് നൈസ്. സോ ഇഫ് എനിബഡി വാണ്ട്സ് ടു ഗെറ്റ് യുവർ LASIK done then that's great. Yeah.